വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഐൽ ഓഫ് വൈറ്റിലോട്ടാണ്. ഐൽ ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ഐലൻഡാണ്. നമ്മുടെ UK മെയിൻലാൻഡിൽ നിന്ന് നമ്മൾ ഫെറി എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫെറി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാർ തന്നെ കേട്ടോ പോകുന്നത്. അപ്പോൾ കാറ് ഫെറിയിൽ കയറ്റിയിട്ട് അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പോർട്ട്സ്മൗത്തിൽ നിന്നോ അല്ലെങ്കിൽ സൗത്ത് ആംപ്ടണിൽ നിന്നോ ബുക്ക് ചെയ്യാം. ഞങ്ങൾ പോർട്ട്സ്മൗത്തിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മളിതേ ഇപ്പം അങ്ങോട്ട് പോവാണ്. ഇത് ഞങ്ങളൊരു 1 ഡേ ജേർണി ആയിട്ട് എടുത്തത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് താമസിക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ പോയിട്ടുള്ളതാണ്, എനിക്കിഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് സമയത്ത് എത്തി നമ്മളവിടെ ക്യൂവിൽ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി ഓൺലൈനിലെല്ലാം ബുക്ക് ചെയ്തുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ടിക്കറ്റ് ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഈ ഒരു ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമില്ല. നമ്മൾ നമ്മുടെ കാറിൽ തന്നെ പോകുന്നു. ഇത് ജസ്റ്റ് ഒരു 1 hour ജേർണി ഉള്ളൂ, 45 minutes to 1 hour ജേർണി ഉള്ളൂ. പിന്നെ ഈ ഫെറിക്കകത്തും കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചെറിയ കാഫേ ഉണ്ട്. പിന്നെ ഈ ഒരു ഫെറി റൈഡ് എക്സ്പീരിയൻസ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചൂസ് ചെയ്തത്. ഞങ്ങൾ ഈ ക്യൂലിനെ വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു എത്ര ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. അതായത് നമ്മൾ അവിടെ എത്തി, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലെയിൻ തന്നു. ആ നമ്പറിൽ പോയിട്ട് നമ്മൾ നിൽക്കണം, ഓരോ കാറും. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ടെങ്കിലും ആരും ഓണടിക്കുന്നില്ല, എല്ലാവരും ഭയങ്കര ക്വയറ്റ് കാമായിട്ട് നിൽക്കുന്നു. ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. ഞാൻ ജസ്റ്റ് ആലോചിക്കായിരുന്നു, നാട്ടിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര ഓണടിക്കും, പിന്നെ ബഹളവും, ആളുകൾ സമയം വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് ഇല്ലാതെ ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. നമ്മൾ അതിലൊരു ബുദ്ധിമുട്ടും അറിയില്ല. വളരെ കൂളായിട്ട് സ്മൂത്തായിട്ട് നമ്മൾ ഫെറിയുടെ അകത്ത് കയറി. ഐൽ ഓഫ് വൈറ്റ് പോവാൻ കപ്പൽ ഷിപ്പിലാണ്. എങ്ങനെയുണ്ട്? ആണോ, ഇഷ്ടപ്പെട്ട? അപ്പോൾ കാറൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മളിതേ ഫെറിയുടെ അകത്ത് വന്ന് കോഫിയൊക്കെ കുടിച്ചു. സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് കാറിന് പോകുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് വന്നത്, കുറച്ച് ഇയേഴ്സിന് മുന്നേ. അന്ന് നമ്മൾ ഇതുപോലെ 2-3 ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പല അട്രാക്ഷൻസ് കവർ ചെയ്യണമെങ്കിൽ ഞങ്ങളന്ന് ബസ്സാണ് എടുത്തത്. ബസ്സൊക്കെ കുറേ ടൈം എടുക്കും. അപ്പോൾ കാറിന് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതൊരു മെയിൻ അട്രാക്ഷനാണ് ഇവിടുത്തെ. ഇവിടെ ഒരു ചെയർ ലിഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബീച്ചുണ്ട്.
ബീച്ചൊക്കെ സമ്മർ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അടിപൊളിയല്ലേ? സൂപ്പർ. ചെയർ ലിഫ്റ്റിൽ താഴോട്ട് വരുമ്പോഴുള്ള വ്യൂ അടിപൊളിയാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഈ ഒരു വൈറ്റ് ചോക്കാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. ഇതിൽ നമുക്കിങ്ങനെ ഒരു നല്ല കളേഴ്സ് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഐൽ ഓഫ് വൈറ്റ് ഒരു വീക്കെൻഡ് ഗെറ്റ് അവേക്ക് പറ്റിയൊരു സ്ഥലമാണ്. ബിക്കോസ് നമുക്ക് ഭയങ്കര ദൂരമില്ല, അഫോർഡബിൾ ആണ്. പിന്നെ നമ്മൾ ഒരു ദിവസം പോയിട്ട് അന്ന് തന്നെ വരാതെ പ്രോബ്ലി ഒരു നൈറ്റോ ഒരു 2 nights ഒക്കെ സ്റ്റേ ചെയ്തിട്ട് കാണാൻ മാത്രമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലണ്ടനിൽ നിന്നൊക്കെ ഒരു 1 day ട്രിപ്പോ 2 day ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് ഐൽ ഓഫ് വൈറ്റ്. ഒക്കെ അടിപൊളിയായിരുന്നു. അമ്മ അങ്ങനെ ഫെറിയിൽ കയറി ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ട് എന്ത് തോന്നുന്നു? വിത്ത് കാറ് കാറോട് കൂടി കയറുന്ന ഒരു സംഭവം ആദ്യമായിട്ട് എൻജോയ് ചെയ്ത്. സൂപ്പറായിരുന്നു. എന്താ കഴിച്ചേ? ചിപ്സ്, ഫിഷ് ആൻഡ് ചിപ്സ്, നഗറ്റ്സ് കഴിച്ചു, ലസാനിയ കഴിച്ചു. ലസാനിയ. അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാം. അടിപൊളി. പപ്പയും മമ്മിയും നല്ല എൻജോയ് ചെയ്തെന്ന് ഞങ്ങൾക്ക് തോന്നി. പിന്നെ നമ്മൾ സെയിം ഡേ ആയതുകൊണ്ട് ഞാനും ഡേയ്സും കുറച്ച് ടയർഡായി. പപ്പയും മമ്മിയും ഭയങ്കര എനർജിയിലായിരുന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഇന്ന് ഞങ്ങൾ പിസ്സ ഓർഡർ ചെയ്തു. അങ്ങനെ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.